ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ് ഇത്. വർക്ക് ഫോളിയോനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആണിത്. അതായത് വർക്ക് ഫോളിയോ എന്ന് വെച്ചാൽ ഇത് നമ്മളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള്. അതായത് ഇത് നമ്മൾ ക്ലോക്ക് ഇൻ ചെയ്യുന്ന ടൈമിൽ ഇവർ എന്ത് ചെയ്യും, നമ്മളെ മോണിറ്റർ ചെയ്യും. അതായത് നമ്മൾ ക്ലോക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മളെ സ്ക്രീൻ മോണിറ്റർ ചെയ്യും, ക്യാമറ മോണിറ്റർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, പക്ഷേ സ്ക്രീൻ മോണിറ്റർ, അതായത് സ്ക്രീന് ഓരോ 10 സെക്കൻഡിലും ഫോട്ടോസ് ടേക്ക് ചെയ്യുന്നതാണ് ഓരോ പാർട്ടുള്ള നമ്മളോട്. അതുപോലെ നമ്മൾ ഈ ക്ലോക്ക് ഇൻ ചെയ്യുന്ന ടൈം ഇവിടെ നമുക്കതിന് ടൈം കാണിച്ചു തരും. അതായത് എത്ര മണിക്കൂർ നമ്മളിന്ന് വർക്ക് ചെയ്തതെന്ന് അത് കാണിച്ചു തരും. അതുപോലെ നമുക്കിന്ന് ബ്രേക്ക് എടുക്കാനുണ്ടെങ്കിൽ ടേക്ക് എ ബ്രേക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ക്ലോക്ക് ഔട്ട് ബട്ടൺ ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്നത് ബ്രേക്ക് എടുക്കുന്നതുകൊണ്ട് അധികം ടേക്ക് എ ബ്രേക്ക് ആയാലും ക്ലോക്ക് ഔട്ട് ആയാലും ഏകദേശം ഒരേപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ 1 hour വർക്ക് ചെയ്തെന്ന് ഇടുന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഇത് റിമോട്ടിൻ്റെ ടൂളാണ്. ഇത് ഓഫ്ലൈൻ സ്റ്റുഡൻസിന് ഇല്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ഇല്ല, ഇത് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിലെ വ്യൂ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എടുത്താൽ നമ്മൾ റിപ്പോർട്ട്സ് ഇവിടെ കാണും. അതായത് നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്തതെന്ന് ഇവിടെ കാണും, എത്ര മണിക്ക് നമ്മൾ ക്ലോക്ക് ഇൻ ചെയ്തതെന്നടക്കം ഇവിടെ ഉണ്ടാവും. അതായത് ഇവിടെ ഞാൻ രാത്രി 12 മണിക്ക് ക്ലോക്ക് ഇൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ആ ടൈമിൽ ഞാൻ ഇവിടെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമാണ് ഇവിടെ ക്ലോക്ക് ഇൻ ആയിട്ടുള്ളത്. ഞാൻ ക്ലോക്ക് ഔട്ട്, അതായത് ഇപ്പോൾ ഞാൻ ക്ലോക്ക് ഔട്ട് ചെയ്തിട്ടാണുള്ളത്. ആ ഒരു ടൈമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ക്ലോക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലോക്ക് ഇൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ക്ലോക്ക് ഔട്ടിൻ്റെ അകത്ത് ഇപ്പോൾ സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി അതും ഏകദേശം കറക്റ്റായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ ഇതാ ന്യൂട്രലും, പിന്നെ ഇതാ ഇവിടെ ഇത് നമ്മളെ പ്രൊഡക്റ്റീവ്. ഓക്കെ, അതായത് ന്യൂട്രൽ എന്ന് വെച്ചാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വർക്കിംഗ്. ഓക്കെ, പിന്നെ ഇത് പ്രൊഡക്റ്റീവ് വർക്കിംഗ്, അത് ട്രാക്ക് ചെയ്യുന്നത്. ഇത് ഇന്നത്തെ മാത്രമല്ല, നമുക്ക് ഏതൊക്കെ കാണാം, ഇവിടെ ഇതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ അന്നത്തെ ദിവസത്തെ എൻ്റെ വർക്കിംഗ്, അതായത് 8 hour കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ അൺട്രാക്ക്ഡ്. ഓക്കെ, അതായത് അൺട്രാക്ക്ഡ് എന്ന് വെച്ചാൽ അവർക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ അൺട്രാക്ക്. ഓക്കെ, പിന്നെ ഇതാ ന്യൂട്രൽ. ഓക്കെ, ന്യൂട്രൽ എന്ന് വെച്ചാൽ സാധാ. പിന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള 5 hour ഇതൊക്കെ നോക്കിയിട്ട് പ്രൊഡക്റ്റീവ് 62% ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ക്ലോക്ക് ഇൻ ടൈം, ക്ലോക്ക് ഔട്ട് ടൈം. പിന്നെ ഇവിടെ അപ്ലൈ ഫോർ ലീവ് ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, പിന്നെ വ്യൂ ഹോളിഡേ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അത് ഇതുവരെ ഇതിൻ്റെ അകത്ത് ഹോളിഡേ ഒന്നും കാണിച്ചിട്ടില്ല. അതൊക്കെ വെറുതെ ആയിട്ടുള്ള ഒരു ടൂൾ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇന്നലത്തെ വേണ്ടിക്ക് ഇന്നലെ എത്തിയെടുക്കാം. ലാസ്റ്റ് 7 day വേണ്ടിക്ക് അതെടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ലാസ്റ്റ് 7 days ഞാൻ 48 മണിക്കൂറാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് 1 month കൊടുത്തു നോക്കാം. 206 ഹവറാണ് ആക്റ്റീവായിട്ടുള്ളത്. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. അതായത് നമുക്ക് നമ്മളെ മന്ത്ലി റിപ്പോർട്ട്സൊക്കെ ഇവിടെ കാണും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗമായിട്ടുള്ളത്. അപ്പോൾ വർക്ക് ഫോളിയോനെ കുറിച്ചിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂള്. അതായത് നമ്മൾ പ്രൊഡക്റ്റീവാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ ലാസ്റ്റ് മന്തിൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ കൊണ്ട് ഞാൻ കുറേ സൈഡായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇവിടെ പോയി. ലാസ്റ്റല്ല, ഞാൻ ഫസ്റ്റ് 3 day ആണ് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് ഞാൻ പണിയായത്. ആണ് ഇവിടെ കാണിക്കുന്നത് ഈ 3 ദിവസം. ലാസ്റ്റത്തെ ഇത് ഇന്നലെ എത്തിയായിരിക്കും. ഓക്കെ, ഇന്നലെ അങ്ങനെയുള്ള ദിവസം. അപ്പം അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതിൻ്റെയാണ് ഈ ലാസ്റ്റ്. ഇന്നത്തെ ദിവസം ഇവിടെ എത്തിയിട്ടില്ലല്ലോ. ഓക്കെ, ഈ അൺട്രാക്കും ട്രാക്കും അല്ലാണ്ട് വേറെ ഒരു ഫ്യൂച്ചറും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. അതായത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഒരു റെഡ് കളർ, അതായത് അത് അൺട്രാക്ക്ഡ് അല്ല, അൺപ്രൊഡക്റ്റീവ്. ഓക്കെ, അതായത് പ്രൊഡക്റ്റീവ് അല്ലാണെന്ന് അവർ കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അതും ഇടയ്ക്ക് വരാറുണ്ട്. അത് നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലാണ്ട് ചിലപ്പോൾ വാട്സപ്പൊക്കെ യൂസ് ചെയ്യല്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അൺപ്രൊഡക്റ്റീവിൻ്റെ അകത്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ,
അപ്പം ഈ സോണും കൂടിയുണ്ട്, അതായത് അൺട്രാക്ക്, പിന്നെ അൺട്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതുണ്ട് സിറ്റുവേഷൻ. ഓക്കെ, അതിൻ്റെ ഇടക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു ന്യൂട്രൽ, പിന്നെ അൺപ്രൊഡക്റ്റീവ്, പിന്നെ പ്രൊഡക്റ്റീവ്. ഈ 4 വിധത്തിലാണ് ഇവർ ഗ്രാഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ തന്നെയാണ്, അതായത് വർക്ക് ഫോളിയോനെ കുറിച്ചിട്ട് ഇത്രക്കും കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള. അപ്പം ഈ ഒരു വീഡിയോൻ്റെ അകത്ത് വർക്ക് ഫോളിയോനെ കുറിച്ചിട്ടുള്ള ഏകദേശം, അതായത് വർക്ക് ഫോളിയോ എന്ന് വെച്ചാൽ റിമോട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തോ? ഇവനോ? ചെയ്തു.